ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്ന വീഡിയോ ഇതിന് നേരെ മുന്നേയുള്ള കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർട്ട് 1 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു തുണിയെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ 1 മീറ്റർ തുണിയാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. 1 മീറ്റർ തുണിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൽ നമ്മൾ ഇതുപോലെ നേരെ പകുതി മടക്കിയിട്ടാണ് കട്ട് ചെയ്യാറ്. എന്നാൽ നമ്മൾ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ തുണി കട്ട് ഇതുപോലെ മടക്കി എടുക്കുന്നത്. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള വീതിയിൽ മാത്രം നമ്മൾ ഇതുപോലെ തുണി മടക്കി എടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് കണ്ടോ, നമ്മുടെ കരവശം രണ്ടാമത്തെ സൈഡ് ഭാഗത്താണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ കിട്ടുമോ എന്നുകൂടി ചെക്ക് ചെയ്തതിന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് കിട്ടില്ല, സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ തുണിയുടെ താഴ്വശത്തുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അളവ് ബ്ലൗസിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് 14.5 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിലാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കട്ടിംഗ് വീഡിയോ ആണോ ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലൗസ് അളവെടുക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡറാണ് എടുക്കുന്നത്. നമ്മുടെ ഷോൾഡർ അളവ് നമ്മുടെ ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ടില്ല. അപ്പോൾ ഷോൾഡർ അളവ് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് അതിൽ 37 ഇഞ്ചാണ്. 37ൻ്റെ 6 ഭാഗം കണ്ടോ, 6.25 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു 6.25 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു. കേട്ടോ, ഇതുപോലെ വരും. ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് ടോട്ടൽ നമുക്ക് 41 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാൽ നമ്മൾ ചെസ്റ്റ് അളവ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് 37 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 41 ഇഞ്ച് കിട്ടും. 41ൻ്റെ 4 ഭാഗം 10.25. 4 ഭാഗം 10.25 വരിക. അപ്പോൾ ഈ ഒരു 10.25 ഇൻറ്റു 4 സമം നമുക്ക് 41 ഇഞ്ച് തന്നെയാണ് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും കൊടുക്കുന്നു. ഈ ഒരു നമ്മുടെ 4 ഇഞ്ച് നമ്മൾ കിട്ടിയ അളവിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറക്കുന്നത് നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടുവാൻ വേണ്ടി മാത്രമാണ്. ചെസ്റ്റ് അളവ് കിട്ടുവാൻ മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ ഇടുപ്പളവിൻ്റെ 4 ഭാഗം നമുക്ക് 30 അരിയുടെ 4 ഭാഗം 7 ഒരു പോയിന്റും അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 7 3/4 8.25 പോയിന്റിലൊരു മാർക്ക് കൊടുക്കുന്നു. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. കേട്ടോ, ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ നമ്മൾ ഇറക്കിയിട്ടുള്ള 6.25ൻ്റെ നേർപകുതി 3 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നു. നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ അളവ് കിട്ടിയിരിക്കുന്നത് ആ ഒരു അളവിൽ നിന്ന് 4 ഇഞ്ച് നമ്മൾ കുറച്ചാൽ നമുക്ക് ആളുടെ ബോഡി അളവ് കിട്ടും. അപ്പോൾ ഈ ഒരു ബോഡി അളവ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസിൻ്റെ കൂടുതൽ അളവുകളും കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു റൗണ്ട് അളവ് കണ്ടോ, ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 37 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9.25 വരും. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 8.25. ഈ 8.25 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ ഇതുപോലെ ടേപ്പിനെ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കി നമുക്കത് 8.25 കിട്ടിയാൽ മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗം നമുക്ക് 3 ഇഞ്ചാണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് നമുക്ക് 2.25 നമ്മൾ വൈഡ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം അതിനുവേണ്ടി നമ്മളൊരു മുകളിൽ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഫിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണി. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 7.25 ഇഞ്ചായിരുന്നു. അപ്പോൾ 7.25 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കുറക്കുക. എന്നിട്ട് നമ്മൾ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 1/4 ഇഞ്ച് കുറക്കുന്നത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത്
ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അളവ് നമുക്ക് ഇറക്കം, ബ്ലൗസിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് കറക്റ്റായി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇനി നമ്മൾ ബാക്ക് ഡാർട്സ്, ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് 4 ഇഞ്ചിലാണ് നമ്മൾ ഡാർട്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 4.25 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡ് വശത്ത് നമ്മളൊരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക കണ്ടോ. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുക. ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിന് ടച്ച് ചെയ്താണ് നമ്മൾ ഇതുപോലെ വെക്കുന്നത് കേട്ടോ. ഇതുപോലെ വെക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടോ ഒരു 4 ഇഞ്ച് തുന്നത്തുണി, അത് നമ്മുടെ 4 ഇഞ്ച് കൊടുത്തത് നമ്മുടെ ഫ്രണ്ട് തീര തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2.25 ഇഞ്ചാണ് വൈഡ് കൊടുത്തത്. ഇവിടെ ഒരു 4 ഇഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ ഇവിടെ സൈഡ് വശം നമുക്കിതിൽ 3 ഇഞ്ചാണ് കിട്ടേണ്ടത്. 2.25 4 ഇഞ്ചും ടോട്ടൽ 3 ഇഞ്ച് ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു കണ്ടോ. 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരും കണ്ടോ. 1.5 ഇഞ്ച് ഇറക്കി വരഞ്ഞ് ഇതുപോലെ വരും. ഇനി നമ്മളിവിടെ നമ്മുടെ ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ ഈ ഒരു സൈഡ് വശത്ത് നമ്മുടെ ടക്ക് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു 3/4 ഇഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ടെക്കിൻ്റെ വിടുത്ത്, നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇവിടെ നിന്ന് 2.25 ഇഞ്ച് ആ ഒരു മാർക്കിൽ നിന്ന്. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ആ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതുപോലെ തന്നെ മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ച് 6.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു കേട്ടോ. ഇതുപോലെ വരും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇത് റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ 3.25 ഇഞ്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 3.25 ഇഞ്ച് കൂടി 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 2 സൈഡിലും ഇപ്പോൾ 4.25 ഇഞ്ച് നമ്മളിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിൻ്റെ സെൻറ്റർ അളവ് വരുന്നത് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു 3.25 വരിക എന്ന് കണ്ടോ. നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ആം ഹോൾ, നമ്മുടെ ബാക്ക് പീസിൻ്റെ ആം ഹോള് കട്ട് ചെയ്തിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് സൈഡ് വശത്ത് നമ്മുടെ ബാൻഡിൻ്റെ വിഡ്ത്തിന് വേണ്ടി നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് വരെ മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. നമുക്കത് 10 ഇഞ്ചിലായിരുന്നു ഇറക്കം. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. 10 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ടക്ക് 2 സൈഡിലുള്ള ടക്കുകളും തമ്മിലുള്ള അകലം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി. അപ്പോൾ നമുക്ക് 3.25 അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ. ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ടക്കിൻ്റെ അളവാണ് മാർക്ക് ചെയ്തത്. നമ്മളിവിടെ 4.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.25 ഇഞ്ച് കണ്ടോ. അതുപോലെ സൈഡിൽ നമ്മൾ 4.25 ഇഞ്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന അളവ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണ്. അതൊക്കെ നമ്മളെ ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം, നമ്മൾ 30 രൂപയുടെ 4/1 ഭാഗം 7.5 പോയിൻറ്റും
ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഈ ഒരു ബാൻഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ബാൻഡിൻ്റെ നമ്മുടെ മുൻവശത്ത് നമ്മുടെ ഈ ഒരു തീരിയൊക്കെ തയ്ക്കുന്ന ഭാഗമാണ്, അവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. ഇതുപോലെ കട്ട്, അത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ 2 ബാൻഡ് നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. 2 സൈഡിലുള്ള ബാൻഡ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മുടെ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യാണ്. നമുക്ക് 2.25 ഇഞ്ചായിരുന്നു നമ്മൾ ടെക്കിൻ്റെ വിടുത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1.25 ഒരു പോയിന്റും വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു, 3/4 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിനി ആ ഒരു ടെക്കിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു അളവിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 ഭാഗത്തും കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. ഇനി നമ്മുടെ സെൻട്രൽ ഡാർട്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ഡാർട്സ് വരിക, സെൻട്രൽ ഡാർട്സ് വരിക ഇവിടെയാണ്. നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിങ് ഇതുപോലെ കൊടുക്കുന്നു. ഇനി ഈ ഒരു ഡാർട്സിൻ്റെ നീളം കണ്ടോ ഇവിടെ വരെയാണ് വരിക. ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് കണ്ടോ 2.25 ഇഞ്ചാണ് നമുക്കിവിടെ ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ വരെ മാത്രമേ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് താഴോളം നിങ്ങൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാൻ പാടില്ല, അവിടെ വരെ മാത്രം. അത് നമ്മുടെ ഫ്രണ്ട് നെക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു തോൾ വശത്തിൻ്റെ ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ കണ്ടോ ഇവിടെ നിന്ന് ചെറുതായി തുടങ്ങി ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മളൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മൾക്കിനി 3ാമത്തെ ടെക്ക് മാർക്ക് ചെയ്യാണ്. നമ്മൾ ഇവിടെയാണ് വരുന്നത്, നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ 3ാമത്തെ ടെക്കും നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കണ്ടോ. നമ്മുടെ ഈ ഒരു ബ്ലൗസിന് നമുക്ക് 4 ടെക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് കട്ടിങ് ബ്ലൗസാണ്, അതുകൊണ്ട് തന്നെ 4 ടെക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 4ാമത്തെ ടെക്ക് വരുന്നത്. ഈ ഒരു ടെക്ക് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരയാൻ പാടില്ല, ഇവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് കണ്ടോ ഇതുപോലെയാണ് ചരിച്ച് നമ്മളിങ്ങനെ വരഞ്ഞ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 4 ടെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത്, ഇവിടെയൊക്കെയാണ്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കും അതുപോലെ തന്നെ നമുക്ക് സൈഡ് വശത്ത് വരുന്ന ടെക്കിനുമൊക്കെ നമ്മളൊരു ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കരവശത്ത് നിന്ന് നമ്മുടെ തേര് വശത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ബോഡി കട്ട് ചെയ്തതിന് ശേഷം വരുന്ന കരവശം. ഇനി നമ്മൾ ആ ഒരു 2 ഭാഗവും നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്നു കേട്ടോ. ഈ രീതിയിൽ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം നമ്മളതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ താവ് വശം കണ്ടോ ഇതുപോലെ നമ്മൾ കറക്റ്റായി മടക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവ് വശം നമുക്ക് ഇവിടെ കരവശമായതുകൊണ്ട് തന്നെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് കരവശമായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഒരു 1 ഇഞ്ച് നമ്മുടെ തുന്നി കൊടുത്ത് നമ്മളത് മടക്കി ഹെമ്മിങ് ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 1 ഇഞ്ചാണ് നമ്മളിവിടെ തുന്നി കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഇറക്കം നമുക്ക് 8 ഇഞ്ചായിരുന്നു നമ്മുടെ കൈയുടെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 8.5 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചെസ്റ്റ് അളവിൻ്റെ 10ൽ 1 ഭാഗം 3.25 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന റൗണ്ട് അളവ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് 8.25 ഇഞ്ചാണ്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ൽ 1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് കണ്ടോ. നമ്മുടെ ചെസ്റ്റ് അളവ് 37, അതിൻ്റെ 4ൽ 1 ഭാഗം 9.25, അതിൽ നിന്ന്
1 ഇഞ്ച് കുറച്ചാൽ 8.25 കണ്ടോ. ഈ ഒരു 8.25 ഇഞ്ചാണ് നമ്മൾ കൈയുടെ ആം ഹോളിൻ്റെ റൗണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്തത്. ഈ ഒരു 8.25 ഇഞ്ചാണ്. ഇനി നമ്മുടെ കൈയുടെ താവ് വശത്തുള്ള ലൂസ് 11.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5 ഒരു പോയിൻറ്റും പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. അപ്പോൾ നമ്മുടെ ഈ ഒരു റെഗാൾ ഭാഗത്തും ഇവിടെ നമ്മൾ 2 സൈഡിലും 1.25 ഇഞ്ചാണ് നമ്മുടെ തുന്നത്തുണി കൊടുത്തത്. നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോൾ റൗണ്ടിൽ കൊടുക്കുന്ന അളവാണ് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ എപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു അളവ് എത്രയായിരിക്കും നിങ്ങൾ വെക്കുക എന്ന് നിങ്ങളൊന്ന് കറക്റ്റ് കണക്ക് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം ബാക്ക് പാർട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണി വിടുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അളന്ന് നോക്കിയ ആ അളവും ഇപ്പോൾ മാർക്ക് ചെയ്ത അളവ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ മുകളിൽ ആ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ കണ്ടോ നമ്മുടെ ആ ഒരു അളവിനനുസരിച്ച് നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് ഇതുപോലെ കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലൂസ് നമ്മൾ വരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ അളവ് ബ്ലൗസ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്ലീവും കണ്ടോ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവിനെ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിലാണ്. അവിടെ നമ്മളൊരു അല്പം ഷേപ്പ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇവിടെ സെൻറ്റർ ഭാഗം നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു. എന്നിട്ട് നമ്മുടെ കൈയുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് കൈക്കുഴി നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കും. ഈ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി രണ്ടാമത് മാർക്ക് ചെയ്തിൽ ആ ഒരു മാർക്ക് വരെ മാത്രം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ലീവിനെ വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മൾ അല്പം കേട്ടോ ചെറിയൊരു പീസ് മാത്രം നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു അളവ് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുന്ന വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. പാർട്ട് 1 ആയിട്ട് നിങ്ങൾ അതുകൂടി കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.